നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് തുടക്കമിട്ടത് അതിനാടകീയ നിമിഷങ്ങളോടെ. ആഗോള ശ്രദ്ധ നേടിയ ഈ കൂടിക്കാഴ്ചയിൽ ട്രംപ് ആസൂത്രണം ചെയ്ത ഞെട്ടിക്കുന്ന പവർ പ്ലേയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയത് കൗതുകകരമായി മാറി. 2018 ശേഷമുള്ള ഇരു നേതാക്കളുടെയും ആദ്യ മുഖാമുഖത്തിൽ ട്രംപിന്റെ സൈനിക ശക്തി പ്രകടനവും പുടിൻ നേരിൽ കാണുകയായിരുന്നു. അലാസ്കയിലെ ജോയിന്റ് ബേസ് എൽമെൻഡോഫ് റിച്ചാർഡ്സണിൽ ട്രംപ് പുടിനെ അഭിവാദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇരുവരും ട്രംപിന്റെ വാഹന വ്യൂഹത്തിന് നേരെ നടക്കവേ ഒരു B-2 ബോംബറും 4 F-35 ഫൈറ്റർ ജെറ്റുകളും ആകാശത്തേക്ക് പറന്നുയർന്നു. ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളിലൊന്നായ B-2 ബോംബറിന്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും അപ്രതീക്ഷിത ശബ്ദവും കാഴ്ചയും പുടിനെ ഞെട്ടിക്കുകയായിരുന്നു. അദ്ദേഹം നടത്തി നിർത്തി ആകാശത്തേക്ക് നോക്കുകയായിരുന്നു. എന്നാൽ ട്രംപ് ഈ സൈനിക പ്രകടനത്തിൽ ഒരു കൂസലുമില്ലാതെ കൈയടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ട്രംപിന്റെ വാഹനമായ ബീസ്റ്റിൽ പുടിൻ യാത്ര ചെയ്തതും ശ്രദ്ധേയമായി. സാധാരണ സ്വന്തം വാഹന വ്യൂഹത്തിൽ യാത്ര ചെയ്യുന്ന പുടിൻ ട്രംപിനൊപ്പം വാഹനത്തിൽ ചിരിച്ച മുഖത്തോടെയാണ് നീങ്ങിയത്. യുക്രൈനിലെ രക്തരൂക്ഷിതമായ യുദ്ധത്തിന് അന്ത്യം കാണാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാനായിരുന്നു ട്രംപും പുടിനും അലാസ്കയിൽ കണ്ടുമുട്ടിയത്. ചർച്ചയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US അംബാസിഡർ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. ചർച്ചയിൽ ധാരണയിലെത്താനായില്ല എങ്കിൽ അതിവേഗം ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ട്രംപ് നേരത്തെ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. ചർച്ച പ്രതീക്ഷ നൽകുന്നതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഉച്ചകോടിയിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ലോകരാഷ്ട്രീയത്തിലെ അതിശക്തനായ നേതാവായി അറിയപ്പെടുന്ന പുടിൻ ട്രംപിന്റെ തന്ത്രപരമായ സൈനിക നീക്കത്തിൽ ഒരു നിമിഷത്തേക്കെങ്കിലും പതറിപ്പോയത് നിരീക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. കരുത്തിന്റെ പ്രതിച്ഛായയുള്ള പുടിൻ ട്രംപിന്റെ സൈനിക നീക്കങ്ങൾ കണ്ട് ഞെട്ടി എന്ന് തന്നെയാണ് വസ്തുത. കനത്ത സുരക്ഷാ വലയത്തിലാണ് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത്. ചർച്ച നടക്കുന്ന മുറിക്ക് പുറത്ത് തുല്യ എണ്ണത്തിൽ US റഷ്യൻ സുരക്ഷാ ഏജന്റുമാർ നിലയുറപ്പിച്ചിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന വാതിൽ തുറന്നേക്കുമെന്ന പ്രത്യാശയോടെ പുറപ്പെടും മുൻപ് ഏറെ നിർണായകമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ചർച്ച അനുകൂലമല്ലാതിരിക്കുവാനുള്ള സാധ്യത 25% ഉള്ളൂവെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന നിലവിൽ US സംസ്ഥാനമായ അലാസ്കയിലേക്ക് വാഷിംഗ്ടണിൽ നിന്ന് 7 മണിക്കൂർ യാത്രയുണ്ട്. 6 വർഷത്തിന് ശേഷമാണ് ട്രംപും പുടിനും നേരിൽ ചർച്ച നടത്തുന്നത്. റഷ്യയുടെ കര അതിർത്തിയിൽ നിന്ന് ബെറിങ് കടലിടുക്ക് വഴി അലാസ്കയിലേക്ക് 90 കിലോമീറ്റർ ദൂരമേയുള്ളൂ. പഴയ സോവിയറ്റ് യൂണിയനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് USSR എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് അലാസ്കയിലെത്തിയത്. 1922 മുതൽ 91 വരെ USSRന്റെ ഭാഗമായിരുന്നു യുക്രൈൻ. റഷ്യൻ സാമ്രാജ്യം വിപുലീകരിക്കുകയെന്ന പുതിയ ഗ്രേറ്റർ റഷ്യ അജണ്ടയുമായി ചേർത്ത് വായിക്കേണ്ട പ്രകോപനപരമായ സൂചനയാണിതെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഊർജ്ജസ്വലമായ ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് പുടിൻ ബുധനാഴ്ച ട്രംപിനെ പുകഴ്ത്തിയിരുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള പുടിന്റെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ആദ്യ സന്ദർശനം കൂടിയാണ് ഇത്. US-ലേക്ക് 10 വർഷത്തിനിടെ ആദ്യത്തേതും. യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനാൽ സഖ്യകക്ഷികളായ രാജ്യങ്ങളിലല്ലാതെ പുടിൻ പോയിട്ടുമില്ല.